നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഇട്ട് വൈറലായിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിംഗ് പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ ഒരു മോഡൽ ആവാനോ അങ്ങനെ പല ആഗ്രഹങ്ങൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്ന ആളായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ: ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ റീച്ച്, അതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ്. ആ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ ഓർഗാനിക് ആയിട്ട് കൂട്ടാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോന്റെ, അതായത് ഈ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് കയറുക. നമ്മൾ ആ ലിങ്കിൽ കയറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് വരും. ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോളോ കൊടുക്കുക. ഫോളോ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഒന്ന് ഈ അക്കൗണ്ട് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് പോവുക. അപ്പം നമ്മൾ ഈ അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ പേരെന്ത് ചെയ്യും, ഈ അക്കൗണ്ടിനെ വേറെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യും, ഈ ഫോളോവേഴ്സ് ലിസ്റ്റിന്റെ മേലെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മാക്സിമം നമ്മളിങ്ങനെ ഫോളോ ചെയ്യുക. അക്കൗണ്ടിൽ കയറിയിട്ട് മാക്സിമം ഒരു 10-15 പേരെ ഫോളോ ചെയ്യുക. നമ്മൾ ആദ്യം ഫോളോ ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്ക് കയറുക. ഇങ്ങനെ കയറിയതിന് ശേഷം നമ്മൾ അയാളുടെ ഒന്നാമത്തെ പോസ്റ്റിലേക്ക് കയറുക, ഒരു ലൈക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കമൻറ്റ് ബോക്സിലേക്ക് പോവുക. കമൻ്റായിട്ട് #SPT എന്ന് കമൻറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഈ ലവ് സിമ്പിൾ നമ്മൾ കമൻറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് നോക്കിക്കോണം. നമ്മൾ ഇങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യണം. # ഇടുക. അതിനുശേഷം SPT എന്ന് കമൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ലവ് സിമ്പിളും കൂടി ഇട്ടിട്ട് ഈ സെയിം സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അക്കൗണ്ടിലേക്കാണ് കയറിയത്. ഫസ്റ്റത്തെ പോസ്റ്റ് ലൈക്ക് അടിച്ചു, അതേപോലെ തന്നെ കമൻറ്റും ചെയ്തു. നമ്മൾ രണ്ടാമത് ഫോളോ ചെയ്ത ആളുടെയിലേക്കും കയറുക. മൂന്നാമത് ഫോളോ ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്ക് ഇതേപോലെ തന്നെ കയറുക. അങ്ങനെ 15 പേരെ ഫോളോ ചെയ്യുന്നതിൽ ഒരു 5 പേർക്ക് ഇതേപോലെ ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും കൂടെ കൊടുക്കുക. അപ്പം നമുക്കും ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യും, ഫോളോവേഴ്സും ലൈക്കും വരും. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുക. ടീം ഹാഷ് എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിലേക്ക് വരിക. TEAM 2 HAASH ഈ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം ഈ അക്കൗണ്ടിൻ്റെ ടാഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ ടാഗ് അപ്ഡേറ്റ് ആവുന്നൊരു പേജാണിത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും ലേറ്റസ്റ്റ് ഫോട്ടോ, നമ്മളിങ്ങനെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ എടുക്കുക. നമ്മൾ ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടാഗ് പീപ്പിൾ എന്നുള്ളതിൽ ടീം ഹാഷ് ഒന്ന് ജസ്റ്റ് ടാഗ് ചെയ്ത് വെക്കുക. ടീം ഹാഷിൻ്റെ പേജിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ടാഗ് ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ടാഗ് ചെയ്ത ഫോട്ടോയും വീഡിയോയും നമ്മൾ എന്ത് ചെയ്യും, ആ ടാഗ് ലിസ്റ്റിനകത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളും ഇതിൻ്റെ റീസെൻറ്റിനകത്ത് വന്നു. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോസ്റ്റ് എടുക്കുക. ഈ പോസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. നമ്മൾ നേരത്തെ കമൻറ്റ് ചെയ്ത അതേ കമൻറ്റ് തന്നെ # ഇടുക, SPT ഇടുക. അതിന് ശേഷം നേരത്തെ ഇട്ട ലവ് നമ്മളിങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒരു 10 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ലൈക്ക് കൊടുക്കുക. #SPT നമ്മളിങ്ങനെ കമൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു 10 പേർക്ക്, വെറും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഒരു 10 പേർക്ക് നമ്മളിങ്ങനെ #SPT എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ലൈക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുക. അതിനുശേഷം റീഫ്രഷ് ചെയ്ത് ഒരു കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പേജിലേക്ക് തന്നെ തിരിച്ചു വരിക. ഈ പേജിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ പേജിനെ അൺഫോളോ ചെയ്യുക. അൺഫോളോ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് പോവുക. ഫോളോ ചെയ്യാത്ത അടുത്ത 10 പേരെ നമ്മളിങ്ങനെ എടുക്കുക, ഫോളോ കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് 10 പേരെ ഫോളോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ആളുടെ അക്കൗണ്ടിലേക്ക് കയറുക, അയാൾക്കൊരു ലൈക്ക് കൊടുക്കുക. നമ്മൾ കമൻ്റായിട്ട് നേരത്തെ ചെയ്ത സംഭവം തന്നെ #SPT ജസ്റ്റ് കമൻറ്റ് കൊടുക്കുക. വീണ്ടും ടീം ഹാഷിലേക്ക് വന്നിട്ട് ഈ ടാഗ് ലിസ്റ്റിൽ പോയിട്ട് നേരത്തെ 10 പേർക്ക് ലൈക്ക് കൊടുത്ത പോലെ വീണ്ടും അടുത്ത 10 പേർക്ക് ലൈക്കും കമൻറ്റും കൊടുക്കുക. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് ഫോളോവേഴ്സ് വരാൻ തുടങ്ങും. കാരണം അതേപോലെ തന്നെ ഫോളോവേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ പോസ്റ്റിന് ലൈക്കും കയറാൻ തുടങ്ങും. അപ്പോൾ അടിപൊളി സംഭവമാണ് ഇത്. എല്ലാ 10 മണിക്കൂർ കൂടുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2 സ്റ്റെപ്പുകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോളോവേഴ്സ് വരും. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൽ നല്ലൊരു ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.